നഗരങ്ങളിലെ ബഹളങ്ങളിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ ശാന്തമായ ഒരു കുഗ്രാമത്തിലായിരുന്നു എന്റെ ജനനം. അവിടുത്തെ രാത്രികൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വലിയ മാറ്റമുണ്ടായിരുന്നു. അത് വെറുമൊരു നിശബ്ദതയായിരുന്നില്ല, മറിച്ച് വിവരിക്കാനാവാത്ത എന്തോ ഒന്ന് അവിടെ ജീവിക്കുന്നത് പോലെ തോന്നിപ്പിക്കുമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ മധ്യഭാഗത്തായി പുരാതനമായ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ അവിടെ ചലിക്കുന്ന നിഴലുകളെപ്പറ്റിയും ആരുമില്ലാത്ത നേരത്ത് അവിടുത്തെ പ്രവേശന കവാടത്തിന് സമീപം കണ്ട രൂപങ്ങളെപ്പറ്റിയും നാട്ടുകാർ പതുങ്ങിയ സ്വരത്തിൽ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്കിതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. എനിക്ക് ആ അനുഭവം ഉണ്ടാകുന്നതുവരെ അതൊരു സാധാരണ രാത്രിയായിരുന്നു. പാതിയുറക്കത്തിൽ കിടക്കുകയായിരുന്ന ഞാൻ പെട്ടെന്നത് കേട്ടു. വളരെ നേർത്ത താളാത്മകമായ ആ ചിലങ്കയുടെ ശബ്ദം. ആദ്യം അതൊരു തോന്നലാണെന്ന് ഞാൻ കരുതി, പക്ഷേ അത് വീണ്ടും ആവർത്തിച്ചു. ആ ശബ്ദം വരുന്നത് വീടിന് പിന്നിൽ നിന്നായിരുന്നു, ആരോ വളരെ സാവധാനം നടക്കുന്നത് പോലെ. എന്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. ഈ പാതിരാത്രിയിൽ ആരാണ് അവിടെ നടക്കുന്നത്? ഞാൻ ധൈര്യം സംഭരിച്ച് വീണ്ടും ശ്രദ്ധിച്ചു. ഏതാനും സെക്കൻഡുകൾ കൂടി ആ ശബ്ദം തുടർന്നു. പിന്നെ പെട്ടെന്നെല്ലാം നിശബ്ദമായി. ആ നിശബ്ദതയ്ക്ക് ആ ചിലങ്കയുടെ ശബ്ദത്തേക്കാൾ വലിയൊരു ഭാരമുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ വീട്ടുകാരോടെല്ലാം പറഞ്ഞു. പക്ഷെ അവർ അതൊരു തമാശയായി കണ്ട് ചിരിച്ചു തള്ളി. അത് വല്ല പക്ഷിയുമായിരിക്കും, അവർ പറഞ്ഞു. പക്ഷേ ചിലങ്ക കെട്ടുന്ന പക്ഷികൾ എവിടെയാണുള്ളത്? ദിവസങ്ങൾ കടന്നുപോയി. വീണ്ടും അത് സംഭവിച്ചു. അതേസമയം അതേ ശബ്ദം. ഞാൻ അനങ്ങിയില്ല. ഒരു പ്രതിമയെപ്പോലെ ശ്വാസമടക്കി പിടിച്ച് അവിടെ കിടന്നു. അതൊരു സ്വപ്നമായിരുന്നില്ല, തികച്ചും യാഥാർത്ഥ്യമായിരുന്നു. എന്റെ വീടിന് പിന്നിലെ ആ വഴിയിലൂടെ ആരോ സ്ഥിരമായി നടക്കുന്നുണ്ട്. പിന്നീട് ഞാനിത് ആരോടും പറഞ്ഞില്ല. ചില കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഈ കഥയിലെ ഓരോ വരിയും